ബേസിന്റെ അകത്തുള്ള ഈ അനിമി സെക്ഷൻ നോക്കി ഗൈസ്, വറച്ച അടിപൊളി അനിമീസ് അല്ലേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഡെൻവർ ബ്ലോഗ്സിന്റെ പുതിയ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഗെയിമായ സ്റ്റീൽ ദി ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞ ഗെയിമിന്റെ തന്നെ വേറൊരു വേർഷനാണ്. ഇതിൽ പോണ ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഗൈസ്, ലൂഫിയൊക്കെയാണ് പോണത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീൽ ദി ബ്രെയിൻ റോട്ട് അല്ല, സ്റ്റീൽ ദി അനിമി. അപ്പൊ ഇതിലെ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സിന് പകരമായിട്ട് അനിമി ക്യാരക്ടേഴ്സ് ആയിരിക്കും. നാരുട്ടോ, ലൂഫി, അങ്ങനെ ബ്രെയിൻ റോട്ടിലെ ക്യാരക്ടേഴ്സിന് പകരമായിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പോണത് ആരാണ്? അനിമി ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിലെ ടോപ്പായിട്ട് നിൽക്കണ ഏത് അനിമിയാണെന്നും എനിക്ക് അറിയില്ല. ഞാൻ ഈ ഗെയിമിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ബ്രെയിൻ റോഡ്സ് കളിക്കാൻ നേരെ ഇങ്ങോട്ട് വന്നത് എന്താ വെച്ചാൽ അനിമീസിന് കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അനിമി ചൂസ് ചെയ്തത് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അനിമി ഫാൻസ് ആരൊക്കെയാണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കേട്ടോ. എനിക്ക് ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ അനിമീസ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല കേട്ടോ ഗൈസ്. ഇത് ലൂഫി വന്നിട്ടുണ്ട്. ഒരു ലൂഫിയും നമുക്ക് മേടിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ റാൻഡം ആൾക്കാർ ഞാൻ മേടിച്ചിട്ടുണ്ട്. നൂബിനി പിസാനിനി മേടിക്കൂലേ, അതുപോലെ തന്നെ ഇതിലുള്ളതാണ് നറൂട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നറൂട്ടോ രണ്ടെണ്ണം വിൽക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചെന്നുള്ളൂ ഗൈസ്. ഇപ്പോൾ ഈ നറൂട്ടോനൊക്കെ ജസ്റ്റ് വിറ്റ് കളഞ്ഞേക്കട്ടെയാണ്. നറൂട്ടോ നമുക്ക് ആവശ്യമില്ല. വേറൊരു കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ അനിമീൻ്റെ സ്റ്റീൽ ദി ബ്രെയിൻ റോട്ട് അല്ലാതെ സ്റ്റീൽ ദി അനിമി എന്ന് പറഞ്ഞാൽ ഈ ഗെയിം കളിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ താരെ നിങ്ങളുടെ ID കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഗെയിം കളിക്കാം. അപ്പോൾ ഈ റീബർത്തിന് എന്താണ് ആവശ്യമെന്ന് നോക്കട്ടെ. റീബർത്തിന് ഒരു നറൂട്ടോയും ഒരു ലൂഫി. അയ്യോ, പണി പാളിയല്ല. ഇപ്പം തന്നെ നമ്മൾ നറൂട്ടോനെ വിറ്റ് കളഞ്ഞത്. അയ്യോ ഇപ്പൊക്കെ റീബർത്ത് ചെയ്യായിരുന്നു ഗൈസ്. നറൂട്ടോനെ ഇനി മേടിക്കട്ടെ. അയ്യോ, ഇത്ര ഉണ്ടായിരുന്നു നറൂട്ടോനെ നമ്മൾ വിറ്റ് കളഞ്ഞു ഗൈസ്. അയ്യോ, ഇതാണ് നമ്മൾ നോക്കാതെയും കാണാതെയും വിറ്റ് കഴിഞ്ഞുള്ള കുഴപ്പം. ഇതാണ്, ഞാൻ നല്ല നറൂട്ടോ ആയിരുന്നു, നറൂട്ടോനെ വെറുതെ ഞാൻ വിറ്റ് കളഞ്ഞതേ. ഇനി ഞാൻ റീബർത്ത് ചെയ്യാൻ പറ്റും നോട്ടെ ഗൈസ്. റീബർത്ത് റീബർത്തിന് 1 മില്യൺ വേണം കേട്ടോ. 1 മില്യൺ വേണം. ഇപ്പം നമ്മുടെ കയ്യിൽ 11,000 ഉള്ളൂ. ഇനി എന്ന് 1 മില്യൺ ആകുമെന്ന് അറിയാൻ പാടില്ല. അപ്പം നമുക്ക് നല്ല കൂടിയ സാധനങ്ങളെ മേടിക്കാം കേട്ടോ. ഓ ഗൈസ്, ഇതിനെ മേടിക്കാം. ഓ, ഇവനെന്താ ടാൻജീറോ. എനിക്ക് അനിമി കാണാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല. ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണോ പറയണേ, നിങ്ങളൊന്ന് പറയട്ടാ. അയ്യോ, തുറന്ന്. ഓ ഗൈസ്, അപ്പോൾ അത് ലോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. ഇത് ഗോച്ചോ എന്നല്ലേ? കോച്ചോ അവൻ വേണ്ട ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് അനിമി ക്യാരക്ടർ ആരാന്ന് പറയട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് അനിമി ക്യാരക്ടർ ആരാണ്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റീൽ ചെയ്യാൻ വല്ലതും പറ്റുമോ നോക്കട്ടെ കേട്ടോ. സ്റ്റീൽ ചെയ്യാനുള്ള അവസരം വല്ലതും കിട്ടിയാൽ നമ്മളത് മുതലാക്കണമല്ലോ. നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റുന്ന അവസരം കിട്ടിയാൽ നമുക്ക് സ്റ്റീൽ ചെയ്യണം. ഓഹോ ഗൈസ്, 42 സെക്കൻഡ് കഴിഞ്ഞ് ഇത് തുറക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആലിനെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുമോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓ, ഇത് 9. നമുക്ക് ഇവനെ മേടിക്കാം, ഈ ലൂഫിനെ മേടിക്കാം കേട്ടോ ഗൈസ്. ഓ ഗൈസ് ഏതൊരു അടിപൊളി സാധനത്തെ കിട്ടിയിട്ടോ. ഏതൊരു അടിപൊളി സാധനം വന്നിട്ടോ ഗൈസ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ബേസിൻ്റെ അകത്തൊന്ന് കയറി നിന്ന് നോക്കട്ടെ എന്താ വന്നേന്ന് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് പേരൊന്നും നോക്കിയപ്പോൾ നമുക്ക് $8,000 തന്നെ കിട്ടണ ഒരു സാധനം വന്ന്. അപ്പം തന്നെ ഞാൻ മേടിച്ച് എന്ത് സാധനം എന്നറിയാൻ പോലും. ഇപ്പം നമ്മുടെ ബേസ് നിൽക്കണം. ഇറങ്ങിപ്പോടാ. യൂട്ടയോ എനിക്ക് ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് ഗൈസ്. യൂട്ട എന്ന് തന്നെയാണ് പറയുന്നത്. യൂട്ട ഗൈസ്. ഇത് കൊള്ളാട്ടോ. ഇത് $65 പെർ സെക്കൻഡ് ആണ്. ഇത് $25. ഇത് $2. ലൂഫി ആണെങ്കിൽ $3. കുഴപ്പമില്ല. നമുക്കിനി 1 മില്യൺ ആകണം. ഇനി എപ്പോഴാണ് 1 മില്യൺ ആകുമെന്ന് അറിയില്ല. ഇതെങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ നല്ല പാടാട്ടോ. $1 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റീൽ ചെയ്യാൻ നടക്കത്തില്ല. അപ്പം നമുക്ക് ഇനി സ്റ്റീൽ ചെയ്യാം, അതാണ് നടക്കത്തുള്ളൂ. സ്പിന്നോ ഗൈസ്, ഓട്ടോ സ്പിന്നുണ്ട് കേട്ടോ. ഈ സ്പിന്നി നോക്കട്ടെ എന്താ വന്നേന്ന്. വല്ല പൈസ കിട്ടി രക്ഷപ്പെട്ടു. ഈ 5K കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ് കിട്ടി. ഗോകുവിനെ തന്നെ കിട്ടി. ഗോകുവിനെ കിട്ടി. ലൂഫിന് വെക്കാം. ഓ ഗൈസ്, ആ ബേസ് തുറന്നിട്ടേക്കുവാ. അവൻ പോയതാണ്. അവനിനി വേണ്ടേ? എപ്പിക് ഗൈസ് എപ്പിക്. മദാര ഗൈസ്, മദാരേനെ കിട്ടി. ഓ, പൊളി ഗൈസ്. നമ്മളിതേ പൊളിക്ക് വേണ്ട. ഇനി നമുക്ക് ആര് വെക്കും? ഈ ലൂഫിനെ വെക്കാം ഗൈസ്. ഈ ലൂഫിനെ വെക്കാം. മദാര. ഓ ഗൈസ്, ഇവന്റെ ബേസ് ഫുൾ നമ്മൾ വൈപ്പ് ചെയ്തിട്ടാ ഗൈസ്. ഇവന്റെ ബേസ് മൊത്തം ലൂഫി 5 റയർ. ലൂഫി, അയ്യോ, ഏതെടുക്കാം. ഏതായാലും മതി. ആ റയർ കിട്ടിയില്ല. ആ റയർ ആയിരുന്നു വേണ്ടത്. ഓ ഗൈസ്, എന്റെ ബേസ് നോക്കിയപ്പോ ഗൈസ്
എൻ്റെ പൊന്നെ വിഷയം ബേസ്. ഈ ബേസ് കണ്ട ഗൈസ്, ഈ ബേസിന് നിങ്ങൾ എത്ര മാർക്ക് തരും ഗൈസ്, എത്ര റേറ്റ് ചെയ്യാൻ നമ്മൾ പോയി ബേസിന് ഗൈസ്. ഇനി നമ്മൾ ചെറിയ ചെറിയ സാധനത്തിനൊക്കെ എടുത്ത് വിറ്റേക്കട്ടെ. ഇതൊന്നും വേണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് റീബർത്ത് ചെയ്യണ സമയമാകുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒപ്പിച്ചാൽ മതി ഗൈസ്. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ, അപ്പുറത്തോട്ട് അടുത്തത് പഠിക്കട്ടെ. പാവ ഇവനിപ്പോൾ എണീച്ച് വരുമ്പോൾ ഒരു സാധനം ഉണ്ടാവത്തില്ല ഇവിടെ ഗൈസ്. പാവപ്പെട്ടവനിട്ട് അവനിപ്പോൾ വരുമ്പോൾ ഒരു സാധനം ഈ ബേസിലില്ല. അവൻ്റെ ബേസ് നമ്മൾ ഫുൾ വൈപ്പ് ചെയ്ത് ഗൈസ്. അവൻ്റെ ബേസ് ഇപ്പോൾ നമ്മൾ കുറേ പേരും കൂടി വന്നിട്ട് ഫുൾ വൈപ്പ് ചെയ്ത് കളഞ്ഞു. അവൻ്റെ ബേസ് നോക്കി ഗൈസ്, ദേ എങ്ങനെ ഇരുന്ന ബേസ്. അതെ അവനായിട്ട് ഇടിയും കൊടുക്കുന്നു പാവത്തിനേട്ടാ. നമുക്കിനി വേറെ ആരെങ്കിലും ബേസ് വൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അവനാണ് ഇത് F8 അടിച്ച് ഇറങ്ങുകയും ചെയ്ത്, സിറ്റിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത്, ഗെയിമിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി. അവൻ മടുത്ത് അത് മൊത്തം നമ്മൾ വൈപ്പ് ചെയ്ത് ഗൈസ്. എൻ്റെ പൊന്നെ വിഷയം. എനിക്കാണത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ കയറി വന്ന് നമ്മളെല്ലാവരും കൂടി അങ്ങ് വൈപ്പ് ചെയ്താൽ കളഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ ഫൈനലി നമ്മൾ അത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ $1 മില്യൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ ഇപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് മേടിച്ച് ഇപ്പോൾ എൻ്റെ ബേസ് നോക്കിയാൽ ഗൈസ്, എൻ്റെ ഈ ബേസ് നോക്കിയാൽ എന്തോരം ഐറ്റംസാണ്. ദേ എല്ലാ റെയറും എപ്പിക്കും ഐറ്റംസാണ്, മൊത്തം അനിമീസ്. ഈ അനിമീസൊക്കെ നിങ്ങൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത് ഗൈസ്? അടിപൊളി. ഗോകു ഒക്കെ ഉണ്ട് അവിടെ സൈഡിൽ, ഗോകു. അങ്ങനെ കുറേ ഫേവറേറ്റ് അനിമീസ് ഉണ്ട്. ഈ അനിമീസ് നോക്കിയ ഗൈസ്, ഇതാണ് ആ ബേസ്. ആ ബേസിൻ്റെ അകത്തേക്ക് ആൾക്കാർ ആരും നോക്കണ്ടോ? ഈ ബേസിൻ്റെ അകത്തുള്ള ഈ അനിമീസ് സെക്ഷൻ നോക്കിയ ഗൈസ്, മറച്ച അടിപൊളി അനിമീസ് അല്ലേ. ഇനി ഒരെണ്ണത്തിന് വിൽക്കണം ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ റീബർത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റീബർത്ത് ചെയ്യുമ്പോൾ യു ലൂസ് ഓൾ ക്യാഷ് ആൻഡ് ക്യാരക്ടർ മെനു അറിയില്ല വരും, തോപ്പില്ല. അപ്പോൾ റീബർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ സ്റ്റീൽ ദി അനിമിയിലെ ഫസ്റ്റ് റീബർത്താണ്. ഇനി റീബർത്ത് കഴിയുമ്പോൾ ഇത് എത്രയും വരുമെന്നാണ് പറയണത്. ഞാൻ റീബർത്ത് ചെയ്ത് നോക്കട്ടെ. ഗൈസ്, റീബർത്ത് ചെയ്തപ്പോൾ ബേസിൻ്റെ ലുക്കേ മാറിപ്പോയോ? ഗൈസ്, റീബർത്ത് ചെയ്തപ്പോൾ ബേസിൻ്റെ ലുക്കേ മാറിപ്പോയിട്ടോ. ഇത് വേറെ എന്തോ 2 നിലയായെന്ന് മാത്രമല്ല, ബേസിൽ കുറച്ചും കൂടി എന്തോ ഒരു അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ട്. ബ്രിക്കിലല്ല. ഇവിടെ ഒരു വാള് വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു വാളിലാന്ന് തോന്നുന്നു കേട്ടോ. ഇതിങ്ങനെ കയറാല്ലേ? ഗൈസ്, അത് കൊള്ളാട്ടോ. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ അപ്ഗ്രഡേഷൻ കൊള്ളാം. നമുക്ക് നമ്മുടെ ബേസിലേക്ക് കയറാട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഗൈസ്, അത് കൊള്ളാം. അത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് അപ്ഗ്രേഡ് ചെയ്ത ബേസാണ്. നമ്മുടെ ബേസ് കൊള്ളാം. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി അല്ലാതെ കയറാൻ സ്റ്റെപ്പ് ഇല്ലല്ലോ ഇവിടെ. അല്ലാതെ കയറാനുള്ള വേറെ സ്റ്റെപ്പില്ല, ആകെ ഈ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് ഗൈസ്. അപ്പം നമ്മുടെ സ്റ്റീൽ ദി അനിമിയിലെ നമ്മുടെ സെക്കൻഡ് റീബർത്തിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയാണ് സെക്കൻഡ് റീബർത്തിനുള്ള സാധനം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇഞ്ചിക്കോയ പിന്നെ കില്ലുക, ഇത് 2 സാധനങ്ങൾ വേണം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റീൽ ദി അനിമി എന്ന് പറഞ്ഞ ഈ ഒരു റോബ്ലോക്സ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ ID താഴെ കമൻറ്റ് ഇട്ടാൽ നമുക്ക് ഫ്രണ്ട് ആവാം. അപ്പോൾ എൻ്റെ ID Denver 5006 എന്നാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ.